എന്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പ്രകാശ് മാസ്റ്ററോട് ഒരു കാര്യമുണ്ട്. BJP-യുടെ നേതാക്കന്മാർ മുഹമ്മദ് റിയാസിനെ ആക്ഷേപിച്ചതിന് നിങ്ങൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങൾ ഇന്നെടുത്ത നിലപാട് എന്താ? മുഹമ്മദ് റിയാസിനെ വേദിയിൽ ക്ഷണിക്കേണ്ടതായിരുന്നു, MP-മാരെ മറ്റ് ജനപ്രതിനിധികളൊക്കെ ക്ഷണിക്കേണ്ടതായിരുന്നു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ PWD വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും താങ്കൾ കോൺഗ്രസിനെയാണ് കുറ്റം പറഞ്ഞത്. താങ്കൾക്ക് ഇപ്പോഴും നരേന്ദ്രമോദിയെ കുറ്റം പറയാനായിട്ട് ശേഷി വന്നിട്ടില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉദ്ഘാടനത്തെ കുറിച്ച് നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസും മറ്റ് സംവിധാനങ്ങളൊക്കെ പരാജയമല്ലേ? നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടും എന്താണ് മുഹമ്മദ് റിയാസിന്റെ പേരില്ലാത്ത കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്? എങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അറിയിപ്പ് കിട്ടിയതെന്ന്, നേരത്തെ അറിഞ്ഞില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണ്ടേ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഇന്ന് മുഹമ്മദ് റിയാസിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണോ എന്നുള്ളത് സംശയമാണ്. അതിനപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ മറന്നുപോയ പിണറായി വിജയൻ സർക്കാരിന് BJP-ക്കാർ കൊടുത്ത പ്രത്യുപകാരമാണെന്ന് ആളുകൾ പറഞ്ഞ കുറ്റം പറയാൻ പറ്റുമോ? മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോ കുമ്മനം രാജശേഖരൻ ഒളിച്ചു കടന്ന് കയറിയിരുന്നപ്പോ അതിന്റെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ മറന്നുപോയതിന്റെ പ്രത്യുപകാരം BJP തന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സങ്കടം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, BJP-യുടെ നേതൃത്വം ഇന്ന് ചെയ്തത് ശരിയല്ല. കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്തത് തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ MP-മാർ ഉൾപ്പെടെയുള്ള എലക്ടഡ് ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. അതിന് പകരം മാരാർജി ഭവനിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്നിരുന്നിട്ടല്ല വികസനത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടത്. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെക്കാളും കേരളത്തിന്റെ ജനപ്രതിനിധികളെക്കാളും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെക്കാളും തട്ട് എന്തായാലും അവരുടെ തട്ടാണ് താന്നിരിക്കുക. രാജീവ് ചന്ദ്രശേഖർ തട്ടല്ല. തിരികെ എത്താൻ